ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ നിങ്ങളിൽ എല്ലാവരും മുതിർന്ന അമ്മിണി വല്യമ്മയുടെ സ്ഥാനം കൊണ്ട് എനിക്ക് വല്യമ്മയാണ്, അമ്മായിന്ന് വിളിച്ച് കേട്ട് പരിചയമുള്ളതുകൊണ്ട് അമ്മായിയുടെ പിറന്നാൾ ആഘോഷമാണ് നമ്മുടെ ഇവിടെ നടത്താൻ പോകുന്നത്. 70ാമത്തെ പിറന്നാൾ ആഘോഷം വളരെ സന്തോഷപൂർവ്വം എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ നമുക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ നല്ല ദിനം ആരംഭിക്കാം. ആശംസകൾ അറിയിക്കുന്നതിനായിട്ട് അമ്മിണിയമ്മയുടെ സഹോദരൻ ബേമാവനെ ഞാൻ സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സപ്തതി ആഘോഷിക്കുന്ന അമ്മിണി വേണുഗോപാലിന്, അമ്മിണിക്കുട്ടിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സപ്തതി ആശംസകൾ. ഇവിടെ വന്നപ്പോഴാണ് ഒരു ആശംസ പറയണം എന്ന് പറഞ്ഞത്. എവിടെ നിന്ന് തുടങ്ങണം എന്നെനിക്ക് അറിയില്ല. എന്തായാലും 2 ദിവസം മുമ്പ് തൃശ്ശൂർ പൂരം കഴിഞ്ഞു. അമ്മിണിക്കുട്ടിയുടെ പിറന്നാള് ഒരിക്കലും നമ്മുടെ കുടുംബത്തിലെ ആരും മറക്കാറില്ല. കാരണം അത് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നാണ് എന്നുള്ളത് കൊണ്ട് അത് ആരും മറക്കാറില്ല. ശരിക്കും ഇന്നലെയായിരുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ പൂരം നക്ഷത്രം. അതുകൊണ്ട് ആരും മറക്കാറില്ല. ഏതായാലും ഒന്ന് ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒട്ടനവധി കാര്യങ്ങള് മനസ്സിൽ കൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓരോരുത്തരും അങ്ങനെ മുമ്പോട്ട് പോകുന്നു. 79-ലാണ് അമ്മിണിക്കുട്ടിയുടെ വിവാഹം നടക്കുന്നത്. ആ വിവാഹത്തിന് ശേഷം മറ്റാർക്കും കിട്ടാത്ത ഒട്ടനവധി സൗഭാഗ്യങ്ങളും അമ്മിണിക്കുട്ടിയും കിട്ടിയിട്ടുണ്ട്. കേരളം വിട്ട് അങ്ങ് മേഘാലയയില്, നാഗാലാൻഡില് വീണു ഒരുമിച്ച് ജോലിക്ക് പോയി. കേരളത്തിന് അങ്ങ് വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് പോയി വർഷങ്ങളോളം താമസിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു 2 കുട്ടികള്, അതിനിടയിൽ 2 കുട്ടികള് രശ്മിയും രമ്യയും. ഇന്ന് വളരെ അതിനിടയ്ക്ക് വേണം അമ്മയെ വിട്ടുപിരിഞ്ഞു പോയി. ഇതൊക്കെ ഇതിനുള്ള ചില നിമിത്തങ്ങളാണെങ്കിലും ഇന്ന് അമ്മിണിക്കുട്ടി ഹാപ്പിയാണ്. അമ്മിണിക്കുട്ടി ഹാപ്പിയാണെന്ന് ഞാൻ പറയാൻ കാരണം ഇന്ന് വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതം അവരുടെ 2 മക്കളുടെയും 2 മരുമക്കളുടെയും നേതൃത്വത്തില് അമ്മിണിക്കുട്ടി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം രമ്യയുടെ വീട്ടിൽ താമസിക്കും. പിന്നെ തോന്നും രശ്മിയുടെ വീട്ടിലേക്ക് പോകാമെന്ന്. രശ്മിയുടെ വീട്ടിൽ പോയി താമസിക്കും. അതുപോലെ തന്നെ മരുമക്കള് പ്രദീപും സുനിയും സ്വന്തം അമ്മയെ പോലെ തന്നെ അമ്മിണിക്കുട്ടിയെ നോക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ബാല്യകാലത്ത് ഒട്ടനവധി കഷ്ടപ്പാടുകൾ അനുഭവിച്ചെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും പലർക്കും കിട്ടാത്ത സൗഭാഗ്യം അവസാന കാലത്ത് വളരെ സന്തോഷത്തോടു കൂടി സുഖകരമായിട്ടൊരു ജീവിതം മക്കളും മക്കളുടെ കുട്ടികളൊക്കെ ആയിട്ട് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ കുട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടൊരു നിമിഷമാണ് ഈ സപ്തതി ആഘോഷവേള. കുഞ്ഞച്ചന്റെയും അതുപോലെ ഞങ്ങളുടെയും ഒക്കെ കുടുംബാംഗങ്ങളിനോട് ഒരുമിച്ച് ചെറിയ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ പങ്കുകൊള്ളാൻ നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി എത്തിയിരിക്കുകയാണ്. അമ്മിണിക്കുട്ടിക്ക് എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.
അമ്മണിക്കുട്ടിയുടെ 70-ാം പിറന്നാള് ആഘോഷിക്കാൻ സ്നേഹത്തോടുകൂടി വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏതാണ്ട് ഒരു 44 കൊല്ലം മുൻപ് 1980 കല്യാണം കഴിഞ്ഞ് ചുവരയിൽ വന്ന ആ സമയം തുടങ്ങി. അന്ന് അമ്മണിക്കുട്ടി വേണിച്ചേട്ടനും ആസാമിലാണ്. അന്ന് തുടങ്ങി ഇത്രയും കാലം വരെ ഒരു നോക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ നമുക്ക് നൽകേണ്ട ബഹുമാനം തന്ന് സ്നേഹം തന്ന് ആ മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും പേരക്കുട്ടികളാണെങ്കിലും ആ അമ്മയുടെ ഒരു നിർദ്ദേശത്തോടു കൂടി സ്നേഹത്തോടു കൂടി തന്നെയാണ് എന്നും പെരുമാറിയിട്ടുള്ളത്. അത് ഞാൻ നന്ദിപൂർവം ഓർക്കുന്നു. അതോടൊപ്പം വളരെ സ്നേഹമുള്ള വേണിച്ചേട്ടൻ, ആ വേണിച്ചേട്ടൻ ഇന്നില്ല എന്നുള്ളത് വളരെ ഒരു സങ്കടകരമായ ഒരു കാര്യമാണ്. എന്നാൽ പോലും ബേബിച്ചേട്ടൻ പറഞ്ഞ പോലെ 2 മക്കള് രശ്മിയും രമ്യയും മത്സരിച്ച്, സുനിയാണെങ്കിലും പ്രദീപാണെങ്കിലും മത്സരിച്ചാണ് അമ്മണിക്കുട്ടിയെ നോക്കുന്നത്. അത് ശരിക്കും അസൂയാവഹമായിട്ടുള്ള എല്ലാ അമ്മമാർക്കും കിട്ടാത്ത ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അത് എന്നും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ ഞങ്ങളുടെ പ്രിയങ്കരിയായ അമ്മണി ചേച്ചി. ഈ 70-ാം പിറന്നാൾ ആഘോഷമാക്കി തീർക്കാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഏവർക്കും എൻ്റെ നമസ്കാരം. രാവിലെ ഇവിടെ വന്ന് കയറിയപ്പോൾ നന്ദുകുട്ടി വന്ന് ചോദിച്ചു, ഉഷിച്ചിട്ട് ഒരാശംസ പറയില്ലേ എന്ന്. അപ്പോൾ ഞാൻ ബേബി മാമനൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ പറയാം, ഒരാശംസ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇന്നിവിടെ കൂടിയിരിക്കുന്നവരെല്ലാം നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. അംഗസംഖ്യ കൊണ്ട് ഒട്ടും ദാരിദ്ര്യമില്ലാത്ത 10 മക്കളടങ്ങിയ ഒരു കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു ഞങ്ങളേവരും. ആഘോഷങ്ങളും ഒത്തുചേരലുകളും എല്ലാം നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന അനുഭവങ്ങളാണ്. ഈ ഒരു അവസരത്തിൽ അമ്മിണി ചേച്ചിയുടെ കൈ പിടിച്ചു കൊടുത്ത വേണിച്ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. കാരണം ഞങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട ചേട്ടനായിരുന്നു വേണിച്ചേട്ടൻ. അമ്മിണി ചേച്ചി എന്ന് പറയുമ്പോൾ അതിലും കൂടുതൽ സ്നേഹവും അടുപ്പവുമായിരുന്നു ഞങ്ങൾക്ക് ചേട്ടനോടുണ്ടായിരുന്നത്. എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും ആരോഗ്യവും എല്ലാം ധാരാളമായിട്ട് ഈശ്വരൻ ചൊരിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. 2 പെൺകുട്ടികളാണുള്ളത്. അവരുടെ കൈപിടിച്ചു കൊടുത്ത 2 ആൺമക്കളും അമ്മ ചേച്ചിക്കുണ്ട്, 3 കൊച്ചുമക്കളും ഉണ്ട്. എല്ലാവരും ഒത്ത് ഇനിയുള്ള ബാക്കി കാലം സുഖമായി ജീവിക്കാൻ, ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ, അസുഖങ്ങളൊന്നുമില്ലാതെ നന്നായിട്ടിരിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ, തൃപ്രാറ്റപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 70-ാം പിറന്നാൾ ആഘോഷിക്കുന്ന അമ്മിണി ചേച്ചിക്ക് 1000 പിറന്നാൾ ആശംസകൾ. ഇനി 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനും അതുപോലെ നവതി ആഘോഷിക്കാനും ജീവിച്ചിരിക്കുന്ന കാലം വരെ അവനവന്റെ കാര്യങ്ങൾ ചെയ്ത് സുഖമായിട്ടിരിക്കാനും കഴിയട്ടെ എന്നൊരിക്കൽ വളരെയധികം സന്തോഷം. അടുത്തതായിട്ട് പിറന്നാൾ മധുരത്തിന് മാറ്റുകൂട്ടാനായിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ തുടങ്ങാം.
Wait. അല്ല, തീർന്നില്ല. നിലാവിന്റെ നീലഭസ്മം കുറിഞ്ഞവളെ കാതിലോല
കമരിത്തു കുടുങ്ങി നീപ്പവളേ ഏതപൂർവതപത്തിനാൽ ഞാൻ സ്വന്തമാക്കി രാജലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം அம்சமா அழகா ஒரு பொண்ண பார்த்த உடனே பஞ்சரால அம்மா அம்சமா அழகா ஒரு பொண்ண பார்த்த உடனே பஞ்சரால அது கண்ணாகிற கண்ணா அவ அழக பத்தி பாட இல்லை என் மனசு நீ உனக்கு நீ இருக்கு இடம் எனக்கு மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது.
రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోడు నేను బెస్టిరి కళాకారుల ఫ్యామిలీ మరి నీ గచ్చ కడితే నిద్రపోతు బిందు రాత్రి